കുട്ടിക്കാലത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി മറ്റൊരു നാട്ടിലേക്ക് എത്തിയ ആളാണ് മധു. മധു ഇപ്പോൾ തന്റെ ഗുരുവിനൊപ്പം കച്ചേരിയിലേക്ക് ഫ്ലൂട്ട് വായിക്കുവാനായി പോവുക. നന്നായിട്ട് ഫ്ലൂട്ടൊക്കെ വായിക്കും. ഇപ്പോൾ ഗുരുവിനൊപ്പം പുതിയൊരു വീട്ടിലേക്ക് വാടകയ്ക്ക് താമസിക്കുവാനായി എത്തിയിരിക്കുകയാണ് മധു. എന്നാൽ അവിടെ താമസിക്കുന്ന മറ്റുള്ളവരൊക്കെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിരുന്നു. അവരുടെ മെയിൻ പരിപാടി എന്തെന്നാൽ ട്രാഫിക്കിലൊക്കെ പോയി കാശൊപ്പിക്കുക. അവർക്കൊരു നേതാവുണ്ട്, ഗുരുമ എന്നാണ് അവരുടെ പേരും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മധുവാണെങ്കിലോ ട്രാൻസ്ജെൻഡറായ ബുട്ടിയെ കാണുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ മധുവിന് ബുട്ടിയെ ഒരുപാട് ഇഷ്ടമായി. കാണുവാനായിട്ട് നല്ല സുന്ദരിയായിരുന്നു ബുട്ടി. ബുട്ടി ഒരു ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള നിലയിലൊന്നുമല്ല മധു സംസാരിക്കുന്നത്. വളരെ സ്നേഹത്തോടു കൂടിയാ മധു സംസാരിക്കുന്നതും. കച്ചേരിയില്ലാത്ത സമയത്തൊക്കെ മധു ഒരു ഹോട്ടലിലാണ് ജോലിക്ക് പോകുന്നതും. അങ്ങനെ പതിയെ പതിയെ ബുട്ടിയും മധുവും തമ്മിൽ നല്ല കമ്പനിയാവുകയാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവസാനം പ്രണയത്തിലേക്ക് എത്തുന്നു. മധുവുമായിട്ട് ബുട്ടി പ്രണയത്തിലാണെന്ന് മനസ്സിലാക്കി ഗുരുമ പറയുന്നുണ്ട്, പ്രണയത്തിൽ ഒരിക്കലും ആകരുത്. ഉറപ്പായിട്ടും പ്രണയത്തിൽ പോയി കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ മരണമായിരിക്കുമെന്ന്. പക്ഷേ മധുവിനോടുള്ള പ്രണയം മനസ്സിലുണ്ടായിരുന്ന ബുട്ടി ഗുരുമ പറയുന്നതെന്ന് കേൾക്കാൻ തയ്യാറായില്ല. അവസാനം മധുവും ബുട്ടിയും ഒളിച്ചോടി പോവുകയാണ് ചെയ്യുന്നത്. ബുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം സർജറി ചെയ്ത് പെണ്ണായി മാറണമെന്നായിരുന്നു. അതറിയാവുന്ന മധു നേരെ അവളെയും കൂട്ടി വരുന്നത് സർജറി ചെയ്ത് പെണ്ണായി മാറിയ ഒരു പ്രിൻസിപ്പാളിന്റെ അടുത്തേക്കാണ്. അവരാണെങ്കിൽ സർജറി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എങ്ങനെയെങ്കിലും ബുട്ടിയെ സർജറി ചെയ്ത് പെണ്ണാക്കി മാറ്റണമെന്നാണ് മധുവിന്റെയും ആഗ്രഹം. അങ്ങനെ മധുവാണെങ്കിലോ ബുട്ടിയെ വിവാഹം കഴിച്ച് അവളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വർഷങ്ങളായി തന്റെ വീട്ടിലേക്ക് വന്നിട്ട് നാടുവിട്ടു പോയതാണ്. എന്നാൽ ഇപ്പോൾ സുന്ദരിയായ ഒരു പെണ്ണിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നത് കാണുമ്പോൾ അമ്മയ്ക്കും ചേട്ടത്തിക്കുമൊക്കെ ഒരുപാട് ഇഷ്ടമാകും. മധുവിനൊരു ചേട്ടനാണുള്ളത്. പക്ഷേ വീട്ടിൽ ആർക്കും തന്നെ ബുട്ടി ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള കാര്യം അറിയത്തേയില്ല. ചേട്ടത്തി ഡ്രസ്സ് മാറുന്നത് കാണുമ്പോഴാണ് ബുട്ടിക്കും താനൊരു പെണ്ണായി മാറണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്. ഒരു നാൾ അവരുടെ നാട്ടിൽ കച്ചേരി നടക്കുകയാണ്. കച്ചേരിയിൽ മധു ഫ്ലൂട്ട് വായിക്കുന്നത് കേട്ട് ബുട്ടിക്ക് തന്റെ പഴയ കാലം ഓർമ്മ വരുന്നു. ആണായി ജനിച്ചെങ്കിലും പെണ്ണിന്റെ മനസ്സായിരുന്നു ബുട്ടിക്ക്. അങ്ങനെ ബുട്ടി ഒരു പയ്യനുമായി പ്രണയത്തിലായി. പക്ഷെ അവനാണെങ്കിലോ ബുട്ടിയുടെ സഹോദരിയെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. അത് താങ്ങാനാകാതെയാണ് ബുട്ടി നാടുവിട്ട് ഗുരുമയ്ക്കടുത്തേക്ക് വന്നതും. അതെല്ലാം ഓർത്തവൾ കരയുന്ന സമയത്ത് ചേട്ടത്തി അവളെ സമാധാനിപ്പിക്കുന്നു. എന്നാൽ അപ്പോഴാണ് ബുട്ടിയുടെ വിഗ് താഴേക്ക് വീഴുന്നത്. അതോടുകൂടി ബുട്ടി ഒരു ആണാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. നാണക്കേട് സഹിക്കാനാകാതെ ബുട്ടി അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്തത്. ഒടുവിൽ ബുട്ടി വന്നെത്തിയിരിക്കുന്നത് ഒരു മാർക്കറ്റിലേക്കാണ്. ആ മാർക്കറ്റ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് കുറെ ട്രാൻസ്ജെൻഡേഴ്സും. അവരുടെ കൈവശം ബുട്ടി വന്ന് പെടുന്നു. എന്നാൽ അവരാണെങ്കിലോ ബുട്ടിയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയാണ്. അവിടേക്ക് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലോ ബുട്ടിയെ അറസ്റ്റും ചെയ്തു കൊണ്ടുപോകുന്നു. ഒരു ഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിലെ ടോർച്ചർ താങ്ങാനാകാതെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ബുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. മധു വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൂങ്ങി മരിച്ചു നിൽക്കുന്ന ബുട്ടിയും.